Good morning students, welcome to the new economic class. Today we start our fourth chapter in the microeconomics. Theory of the firm under perfect competition. ഇന്ന് നമ്മുടെ മൈക്രോഎക്കണോമിക്സിന്റെ പാർട്ടിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സമ്പൂർണ്ണ കിടമത്സരത്തിന് കീഴിലെ മാർക്കറ്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. To start this chapter, first we understand what is market. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് what is market. എന്താണ് മാർക്കറ്റ്? In simple, market is a geographical area for buying and selling goods. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുക? മാർക്കറ്റ് എന്ന് പറയുക. But in economics, market is a wide definition. എക്കണോമിക്സിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആശയമാണ്. In economics, market refers to a geographical area, the contact between buyers and sellers for purchasing and selling of goods. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ട് ഉപഭോക്താക്കളും വിൽപ്പനക്കാരും തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥലത്തിൽ പറയുന്ന പേരാണ് മാർക്കറ്റ്. മാർക്കറ്റ് refers to a geographical area. There is the contact between buyers and sellers for purchasing and selling of goods. സാധനങ്ങളെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ട് ബയേഴ്സും സെല്ലേഴ്സും വിൽപ്പനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സ്ഥലത്തിൽ പറയുന്ന പേരാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. In this chapter, we discuss about perfect competition, price of product, quantity of product determination, firm's equilibrium, elasticity of supply. ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് സമ്പൂർണ്ണ കിടമത്സരം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കണം. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ വില നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുക, അതല്ലെങ്കിൽ ഡിഫറൻസ് ഫോം ഓഫ് മാർക്കറ്റ്, ഹൗ ടു ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. വിവിധ തരത്തിലുള്ള മാർക്കറ്റുകളിൽ എങ്ങനെയാണ് പ്രോഡക്റ്റിന്റെ വില നിശ്ചയിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഡിറ്റർമിനേഷൻ. ഓരോ മാർക്കറ്റിലും പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് തീരുമാനിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫേംസ് ഇക്വിലിബ്രിയം. ഓരോ ഫേമിന്റെയും ഇക്വിലിബ്രിയം വിവിധ തരത്തിലുള്ള മാർക്കറ്റുകളിൽ എങ്ങനെയാണ് ഓരോ ഇക്വിലിബ്രിയം വരുന്നതെന്ന് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, സപ്ലൈയുടെ ഇലാസ്റ്റികത. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഇന്റർനാഷണൽ മാർക്കറ്റും മറ്റൊന്ന് ഡൊമസ്റ്റിക് മാർക്കറ്റും. ഇന്റർനാഷണൽ മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇവ കൂടാതെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലും തന്നെ പല തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. നമുക്കറിയാം, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ്, ഇലക്ട്രോണിക് മാർക്കറ്റ്, ക്ലോത്ത് മാർക്കറ്റ്, അങ്ങനെ പല തരത്തിലുള്ള മാർക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്കറ്റുകളൊക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? Market can be classified into different categories on the basis of different characteristics. പല പ്രത്യേകതയുടെ പല സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റുകളെ വിവിധ ഫോംസ് ഓഫ് മാർക്കറ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തിൻ്റെല്ലാം അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാർക്കറ്റുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിലുള്ള ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും.
Third one, monopolistic competition. കുത്തകാധിഷ്ഠിത മാർക്കറ്റ്. Then oligopoly. അല്പാതിശക്ത വ്യാപാരം. കുറച്ച് ആളുകൾ മാത്രമുള്ള വ്യാപാരം. Then duopoly. Duopoly means ഒന്നോ രണ്ടോ ആളുകൾ മാത്രമുള്ള മാർക്കറ്റ്. മാർക്കറ്റുകൾ നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി ആൻഡ് ഡുവോപോളി. ഇതിലെ ഫസ്റ്റ് വൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ഏത് തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്? Perfect competition is a market situation in which very large number of buyers and sellers operate freely and commodity is sold at uniform price. Perfect competition market എന്ന് പറഞ്ഞാൽ ഒരേ വിലയ്ക്ക് ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം വിൽപ്പനക്കാരും ധാരാളം ഉപഭോക്താക്കളുമുള്ള മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? സമ്പൂർണ്ണ കിടമത്സര മാർക്കറ്റ്, അതല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓപ്പറേറ്റ് ഫ്രീലി ആൻഡ് ദ കമ്മോഡിറ്റി ഈസ് സോൾഡ് അറ്റ് യൂണിഫോം പ്രൈസ്. ഒരേ വിലയ്ക്ക് ഒരേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ധാരാളം ഉപഭോക്താക്കളുമുള്ള മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന് ഉദാഹരണമാണ് എന്തൊക്കെയാണ്? നമ്മുടെ സാധാരണ കാണുന്ന സോപ്പ് മാർക്കറ്റ്, സോപ്പിന്റെ പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ ഒരു സോപ്പ് സെല് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരേ പ്രൈസിന് ഒരേപോലെയുള്ള പലതരത്തിലുള്ള സോപ്പുകളുണ്ടാവും. അപ്പോൾ പല കമ്പനികളുടെ സോപ്പ് ഉണ്ടാവും. ആ കമ്പനികൾക്കൊക്കെ എന്തായിരിക്കും? അതിന്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, ഒരേ അളവായിരിക്കും, തൂക്കം ഒന്നായിരിക്കും, വില ഒന്നായിരിക്കും, അതിന്റെ കണ്ടന്റും സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ കമ്പനികളൊക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് കമ്പനീസ് ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഷൂ, ചപ്പൽ, ഡ്രസ്, ഇതെല്ലാം എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന് എക്സാമ്പിൾസ് ആണ്. പെൻ, പെൻസിൽ, നോട്ട്ബുക്ക്, ബാഗ്, സോപ്പ്, ക്രീം, ഇതെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന് എക്സാമ്പിൾസ് ആണ്. Perfect competition market is a situation in which large number of buyers and sellers selling same product and same price. ഒരേ വിലയ്ക്ക് ഒരേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം ബയേഴ്സും സെല്ലേഴ്സും ഉള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. What are the characteristics of perfect competition market? ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ ഡെഫിനിഷൻ തന്നെ പറഞ്ഞത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം ബയേഴ്സും സെല്ലേഴ്സും ഉള്ള മാർക്കറ്റാണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഫസ്റ്റ് ക്യാരക്ടറായി നമുക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ദെൻ സെക്കൻഡ് വൺ, യൂണിഫോം പ്രോഡക്റ്റ്, ഒരേപോലെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലേക്ക് ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അതുപോലെ തന്നെ മാർക്കറ്റിന് എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം. അപ്പൊ നമുക്കൊരു പുതിയ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സോപ്പ് മാർക്കറ്റിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻറ്റർ ചെയ്യാം. അങ്ങനെ നമ്മുടെ സോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ നടത്തി. അപ്പൊ നമുക്ക് തോന്നുന്നത് അത്ര ലാഭകരമല്ലാത്തൊരു ബിസിനസ്സാണ്, നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോൾ വേണമെങ്കിലും ആ സോപ്പ് മാർക്കറ്റിൽ നിന്ന്, അതല്ലെങ്കിൽ ഡ്രസ്സോ ക്ലോത്ത് മെറ്റീരിയലോ ഷൂ, ഏത് പ്രോഡക്റ്റ് ആണ് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരികയും ചെയ്യാം. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, നോ ബാരിയേഴ്സ് ടു എൻട്രി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനായിട്ട് കഴിയും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഒന്നാമത്തെ സവിശേഷതയാണെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. സെക്കൻഡ് വൺ, ഹോമോജീനിയസ് ഓർ ഐഡന്റിക്കൽ പ്രോഡക്റ്റ്, ഒരേപോലെയുള്ള പ്രോഡക്ട്സ് ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ,
എൻട്രി ആൻഡ് എക്സിറ്റ്. അവിടെ ആ മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലുന്നതിനും അവിടുന്ന് പുറത്തേക്ക് പോകുന്നതിനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല. ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, അവിടെ വിൽപ്പന ചിലവ് ഉണ്ടായിട്ടില്ല. ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരിക്കലും ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല. The two important features of perfect competition are homogeneous product and price taking firms and consumers. Perfect competition മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് എന്ത്? homogeneous product and price taker, buyers and sellers. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ സാധനങ്ങൾ എപ്പോഴും ഒരേപോലെയുള്ളതും ഒരേ യാതൊരു കണ്ടന്റിലും ഒരു മാറ്റങ്ങളും ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ സെല്ലേഴ്സും ബയേഴ്സും എന്താണ്? പ്രൈസ് ടേക്കേഴ്സ് ആണ്, വില സ്വീകരിക്കുന്നവരാണ്. ആ മാർക്കറ്റ് തീരുമാനിച്ചിരിക്കുന്ന വില, ആ ഒരു വിലക്ക് മാത്രമേ അതിലെ വിൽപ്പനക്കാരന് വിൽക്കാൻ കഴിയുള്ളൂ. ആ വിലയിൽ കൂട്ടി വിൽക്കാനും കഴിയില്ല, ആ വിലയിൽ കുറച്ചിട്ട് വിൽക്കാനും കഴിയില്ല. കാരണം എന്താ? ആ ഒരു വിൽപ്പനക്കാരൻ മാർക്കറ്റ് തീരുമാനിച്ച വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കിയ എന്തുണ്ടാവും? ആ മാർക്കറ്റിൽ ഒരു വിൽപ്പനക്കാരൻ മാത്രമല്ല ഉണ്ടാവും, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വിൽപ്പനക്കാരൻ ഉണ്ടാവുമ്പോൾ അതിൽ ഒരു സെല്ലർ എന്ത് ചെയ്യും? ഒരു വിൽപ്പനക്കാരൻ എന്ത് ചെയ്യും? അയാളുടെ ആ മാർക്കറ്റ് തീരുമാനിച്ച വിലയേക്കാൾ ഒരു 2 രൂപ കൂടുതൽ ആക്കിയിട്ട് അയാൾ ഈ പ്രോഡക്റ്റ് വിറ്റു. ആരെങ്കിലും ഒന്ന് അയാളുടെ കയ്യിൽ വാങ്ങിക്കോ? ഒരിക്കലുമില്ല. കാരണം എന്താ? അതിനെ അയാളുടെ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഇഷ്ടംപോലെ സെല്ലേഴ്സ് അവിടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിലുള്ള സെയിം പ്രോഡക്റ്റ് തന്നെ അതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലക്ക് ഒരു സെല്ലേഴ്സിനും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ സാധനങ്ങൾ വിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വില കുറച്ച് വിറ്റാലോ? ഇപ്പോൾ എല്ലാ ഒരു സോപ്പിന്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു സോപ്പിന്റെ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സോപ്പിന്റെ സെല്ലേഴ്സ് ഉണ്ടാവും. അതിലൊരു സോപ്പിന് 10 രൂപയാണ് വില. ആ 10 രൂപ എന്നുള്ളത് ഒരു സെല്ലർ മാത്രം 12 രൂപയാക്കി വിറ്റു. ആരെങ്കിലും അയാളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങിക്കോ? ഇല്ല. കാരണം എന്താ? 10 രൂപക്ക് തന്നെ ഇതേ സോപ്പ് ബാക്കിയുള്ള വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ഈ 10 രൂപ എന്നുള്ളത് അയാൾ എന്ത് വിചാരിച്ചു? ഞാൻ കുറച്ച് പണം കുറച്ചിട്ട് വിറ്റാല് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നു വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ 10 രൂപ എന്നുള്ളത് ആ സോപ്പിൽ 8 രൂപയാക്കിയിട്ട് അയാൾ വിൽക്കാൻ നിന്നു. അങ്ങനെ വിറ്റാൽ എന്താ സംഭവിക്കുക? അയാളുടെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയിൽ അയാൾ പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ the seller and buyers of perfect competition market is price takers. Perfect competition marketലെ sellers buyers എന്താണ്? price takers ആണ്. Next we learn about price line. Price line is the line that shows the relation between output and price. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കൺസെപ്റ്റാണ് എന്ത്? പ്രൈസ് ലൈൻ അഥവാ വിലരേഖ എന്ന് പറയുന്നത്. പ്രൈസ് ലൈൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ്. ഈ വിലരേഖ എന്ന് പറയുന്നത് വിലയും ആ പ്രോഡക്റ്റും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന രേഖയാണ് എന്ത്? വിലരേഖ, അതല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഒരു ഉൽപ്പന്നം വിലയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. കാരണം എന്താ? ഒരു നിശ്ചിത വിലക്ക് ആ പ്രോഡക്റ്റ് എത്ര വേണമെങ്കിലും അയാൾക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ലൈൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ്. വിലയും ആ ഉൽപ്പന്നവും തമ്മിലുള്ള അളവിനെ കാണിക്കുന്ന, അവ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു രേഖയാണ് എന്ത്? വിലരേഖ എന്ന് പറയുന്നത്. എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ വില
ആവറേജ് റവന്യൂവിനും മാർജിനൽ റവന്യൂവിനും തുല്യമായിരിക്കും. ഇൻ ദി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആവറേജ് റവന്യൂ ഈക്വൽ ടു പ്രൈസ് ഈക്വൽ ടു MR. എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ആവറേജ് റവന്യൂ പ്രൈസും മാർജിനൽ റവന്യൂവും തുല്യമായിരിക്കും. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ടേമാണെന്ത്? ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. നമ്മൾ ഇതേ കൺസെപ്റ്റുകൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും എല്ലാം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളവിടെ ടോട്ടൽ പ്രോഡക്റ്റാണ് പഠിച്ചത്, ഇവിടെ നമ്മൾ ടോട്ടൽ റവന്യൂ ആണ് പഠിച്ചത്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ ഉള്ളൂ. ദെൻ ആവറേജ് റവന്യൂ, ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആവറേജ് റവന്യൂ. വിറ്റ ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള വരുമാനത്തെയാണ് നമ്മൾ ആവറേജ് റവന്യൂ അഥവാ ശരാശരി വരുമാനം എന്ന് പറയുന്നത്. മൊത്തം വരുമാനത്തെ വിറ്റ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ആവറേജ് റവന്യൂ അഥവാ ശരാശരി ഉൽപ്പന്നം. ആവറേജ് റവന്യൂ കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. അപ്പോൾ ടോട്ടൽ റവന്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്താനാണ് പറഞ്ഞത്? പ്രൈസ് ഇൻറ്റു ക്യൂ. അപ്പോൾ ഈ ആവറേജ് റവന്യൂ കാണുന്നതിനുള്ള ഇക്വേഷനാണ് എന്ത്? ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ദാറ്റ് മീൻസ് P ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ഇനി നമുക്ക് ആവറേജ് റവന്യൂ എങ്ങനെ കണ്ടെത്താമെന്ന് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവറേജ് റവന്യൂ, അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടെത്തണം? ആവറേജ് റവന്യൂ നമുക്ക് കണ്ടെത്തണം. ആവറേജ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ എത്രയാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്താനുള്ളതാണ് എന്ത്? ആവറേജ് റവന്യൂ അഥവാ AR എന്നുള്ളത്. ആവറേജ് റവന്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് റവന്യൂ കണ്ടെത്തണം. ഫസ്റ്റ് ക്വാണ്ടിറ്റി 1 ആണ്, ടോട്ടൽ റവന്യൂ 100 ആണ്. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 100. ദെൻ 2 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 100. അങ്ങനെ ഓരോന്നും നോക്കുക. 3 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു 100. 4 ഡിവൈഡഡ് ബൈ 400 ഈക്വൽ ടു 100. 5 divided by 500 equal to 100. ഇങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടെത്തണം. ഇതിൽ നിന്നും നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു? പ്രൈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈക്വൽ ടു മാർജിനൽ റവന്യൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൈസും ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ തുല്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ട് ഈ രീതിയിലെ ക്വാണ്ടിറ്റിയും ടോട്ടൽ റവന്യൂ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതിൽ നിന്ന് നിങ്ങളോട് പ്രൈസും ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കണ്ടെത്താൻ പറഞ്ഞാലോ ഏതെങ്കിലും ഒന്ന് മാത്രമേ കണ്ടെത്തി മതിയാവും. കാരണം എന്താ? പ്രൈസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ പ്രൈസും തുല്യമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ ആവറേജ് റവന്യൂ കണ്ടെത്തിയാലോ മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂ പ്രൈസും തുല്യമാണ്. അപ്പോൾ ആവറേജ് റവന്യൂ 100 ആണെങ്കിൽ പ്രൈസും എന്തിനായിരിക്കും? 100 തന്നെ ആയിരിക്കും. മാർജിനൽ റവന്യൂ എന്തിനായിരിക്കും? 100 തന്നെ ആയിരിക്കും. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ടേമാണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ ഈസ് ദ അഡീഷൻ ടു ദി ടോട്ടൽ റവന്യൂ വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് സോൾഡ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് കൂടുതലായിട്ട് വിൽക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് എന്ത് പറയുന്നത്?
പക്ഷേ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാലോ അഡീഷൻ മേഡ് ടു ദി ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിനോട് കൂട്ടിച്ചേർക്കുന്നത് എത്രയാണോ അതാണ് എന്ത് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് എന്ത് MR is equal to delta TR divided by delta Q or MRN equal to TRN minus TRN minus 1 എന്നുള്ളത്. ഈ റവന്യൂ കൺസെപ്റ്റുകളെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. റവന്യൂ 3 തരത്തിലാണുള്ളത്: ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. അതിലെ ടോട്ടൽ റവന്യൂ കാണുന്നതിനുള്ള ഇക്വേഷനാണ് എന്ത് TR ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ദെൻ ആവറേജ് റവന്യൂ കാണുന്നതിനുള്ള ഇക്വേഷനാണ് എന്ത് TR ഡിവൈഡഡ് ബൈ Q ഓർ P ഇൻറ്റു Q ഡിവൈഡഡ് ബൈ Q. ദെൻ MR കാണുന്നതിനുള്ള ഇക്വേഷനാണ് എന്ത് MR ഈസ് ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷനാണ് എന്ത് MRN ഈക്വൽ ടു TRN മൈനസ് TRN മൈനസ് 1 എന്നുള്ളത്. ഇനി ഒരു പ്രോബ്ലം തരാം. ആ പ്രോബ്ലം 3 രീതിയിലും നിങ്ങൾ കാണണം. ഫൈൻഡ് TR, AR ആൻഡ് MR. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഔട്ട്പുട്ടും പ്രൈസും തന്നിട്ടുണ്ട്. അതിൽ നിന്നും ആവറേജ് റവന്യൂ, ടോട്ടൽ റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ ഇത് 3 നിങ്ങൾ കണ്ടെത്തണം. ആദ്യം എന്ത് ചെയ്യണം? ഈ 2 കോളം നോട്ട്ബുക്കിൽ വരച്ച് അതിൻ്റെ കൂടെ TR എന്ന് പറയുന്ന ഒരു കോളം, AR എന്ന് പറയുന്ന ഒരു കോളം, MR എന്ന് പറയുന്ന ഒരു കോളം, ഇങ്ങനെ 3 കോളം കൂടി കൂട്ടി വരയ്ക്കുക. ശേഷം TR കാണുന്നതിനുള്ള ഇക്വേഷൻ നോക്കുക. TR കാണാനുള്ള ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു Q. നമുക്കവിടെ Pയും തന്നിട്ടുണ്ട്, Qയും തന്നിട്ടുണ്ട്. അപ്പോൾ 0 ഇൻറ്റു 2 ഈക്വൽ ടു എത്രയാണെന്ന് എഴുതാം? 1 ഇൻറ്റു 2 എത്രയാണെന്ന് എഴുതാം? 2 ഇൻറ്റു 2 എത്രയാണ്? ആ രീതിയിൽ ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് കാണാം. പിന്നെ AR MR കാണാൻ വളരെ ഈസിയാണ്. കാരണം എന്താ? ARഉം MRഉം ഇക്വേഷൻ വെച്ച് ചെയ്താലും അല്ലെങ്കിലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. കാരണം എന്താ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ AR ഈക്വൽ ടു MR ഈക്വൽ ടു പ്രൈസ് എന്നാണ്. അപ്പോൾ പ്രൈസ് ഇവിടെ എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 2 ആണ് പ്രൈസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് അവിടെ സെയിം ആണ്. ഏത് യൂണിറ്റ് മാറിയാലും അവിടെ എന്തിന് മാറ്റം ഉണ്ടാവില്ല? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൈസിന് അവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല.